ചെടികൾ കൈയിന്റെ ഭാഗമൊക്കെ കുറച്ചുകൂടി ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാവിലെ ഞാൻ 3-4 ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ബിരിയാണിയിൽ ഇവനെയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകാം. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ അറിയാതെ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. അപ്പൊ നമുക്കൊരു ഐസ്ക്രീം റെസിപ്പി കൂടി ഈ വ്ളോഗില്. ഇങ്ങനെ ഐസ്ക്രീം നിങ്ങൾ വീട്ടിലുണ്ടാക്കണം കേട്ടോ, പുറത്തു പോയി കാശൊന്നും കളയരുത്. അതെ, നല്ല ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡി ആൻഡ് ഡാനി. എല്ലാവർക്കും ഡി ആൻഡ് ഡാനിയുടെ വക ഒരു ഹാപ്പി ഈസ്റ്റർ. അപ്പൊ നമ്മള് അത്ര വലിയ ആഘോഷമൊന്നും ഇല്ല, എങ്കിലും ചെറിയൊരു രീതിയിൽ കുട്ടികൾക്കൊന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ജസ്റ്റ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്തിരിക്കുകയാണ്. വീഡിയോ ഇന്ന് ഡാൻസ് ഇടാൻ പറഞ്ഞു. ഇളക്കിയ മങ്ങള് ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ മഞ്ഞളെല്ലാം കുടിച്ചിട്ട് നമുക്ക് തുടങ്ങുന്നു അല്ലേ? ഭയങ്കര പണിയിലാണല്ലോ. ഉച്ചക്കത്തെ സ്പെഷ്യലി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയെ കുലിച്ചുണ്ട്. ഞാൻ ഉലിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചാൽ അപ്പൊ അവള് ഉലിക്കാൻ പോകും. ഈസ്റ്ററിന്റെ കാര്യം ശരിക്കും ഇന്ന് രാവിലെ എന്റെ മനസ്സിൽ ശരിക്കും കയറി അല്ലേ? ഇന്നലെ ഒരു ഇലക്ഷന്റെ കോട്ടത്തിലായോണ്ടേ ഈസ്റ്ററിന്റെ കാര്യം മനസ്സിൽ നിന്ന് ഇന്ന് രാവിലെയാണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞ ഈസ്റ്റർ ആണല്ലോ ഇന്നല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നു. പിന്നെ ഞാൻ പോട്ടല്ലേ ചിക്കനൊക്കെ മേടിച്ച് കമന്റ് ഒക്കെ കൊടുക്കട്ടെ. ഒരുപാട് കമന്റ് കൊടുക്കാൻ ദിയനെ എത്തിച്ചേക്കനാണ്. റിപ്ലൈ ഒക്കെ കൊടുക്കാൻ ദിയൊക്കെ ഡ്യൂട്ടി കൊടുക്കാണ്. ഞാനും കൊടുക്കും. ഇന്നലെ കുറച്ച് വിത്തൊക്കെ ഞാനും ഡാരും കുട്ടിയും കൂടി പാകിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വളർന്നു വരുമ്പോ നിങ്ങളെ കാണിച്ചു തരാട്ടോ. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വളർന്നിപ്പുണ്ട്. അത് നമ്മള് വൈകിട്ട് വ്ളോഗില് ഞാൻ കാണിച്ചു തരാം. ഈ വ്ളോഗില് നമുക്ക് കാണിച്ചു കൊടുക്കാം. കുറച്ച് ചെടികളല്ല, പച്ചക്കറികൾ ഇവിടെ നടണം. അതുകൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ഞാൻ കുറച്ച് മൈക്രോ ഗ്രീൻസും നട്ടിട്ടുണ്ട്, അത് മുളച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളർന്നു വരുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. അടുക്കളയിൽ തന്നെ നമുക്ക് വീട്ടിലോട്ട് ഉള്ള അത്യാവശ്യം ചെറിയ ചെറിയ കുഞ്ഞു പച്ചക്കറികളൊക്കെ എടുക്കാം. പക്ഷെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റുമോ എനിക്ക് നല്ല ഉറപ്പുണ്ട്. മമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെടികളോട്. വളർത്തി അതൊക്കെ പറിച്ചുണ്ടാക്കാൻ. അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഹെൽത്തി ആയിട്ട് പച്ചക്കറി. അപ്പൊ ഡാരൂസും ഡെനയും കൂടി ഇന്നലെ അവരും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ കുട്ടികളെയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുമ്പോ അവർക്കും കൂടി ഇതിനൊക്കെ അപ്പൊ വിത്തൊക്കെ നട്ടത് ഡാരുവാണ്. ഡാരും ഡെനയും കൂടിയാണ് വിത്ത് മണ്ണില് കുഴിച്ചിട്ടതൊക്കെ. ഇന്നലെ പാകിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ചട്ടിയിൽ മുളപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ചെറിയൊരു കുഞ്ഞു പ്ലാന്റ് ആവുമ്പോൾ നമുക്ക് വലിയ ചട്ടിയിലോട്ട് മാറ്റി നടാന്നാണ് ഓർക്കണം. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ പുറകെ നടക്കാത്ത കാര്യം വേറൊന്നുമില്ല, മണ്ണില്ല ഇവിടെ. മെയിൻ പ്രശ്നം അതാണ്. അപ്പൊ ഞാൻ ഡാൻസനോട് പറഞ്ഞു കുറച്ച് മണ്ണ്
ബൈ ചെയ്യാം നമുക്കെന്ന് പറഞ്ഞേക്കണേനു. ഈ ചകിരിച്ചോറൊക്കെ ഇട്ട മണ്ണ് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം. രാവിലെ മിക്കപ്പോഴും എനിക്ക് ടൈം കിട്ടാറില്ല ചെടി നനക്കാൻ. അപ്പൂസാണ് നനക്കണത്. ഞാൻ വൈകിട്ടാണ് ചില സമയത്തൊക്കെ നനക്കണത്. പിന്നെ മേലിൽ എൻ്റെ കുറച്ച് ചെടികളുണ്ട്, ഞാൻ പരിപാലിക്കുന്ന കുറച്ച് ചെടികൾ. അതൊക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത് ഞാൻ തന്നെ നോക്കണം. വിത്തൊക്കെ ഇട്ടൊക്കെ ഒരുപാട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല. ഇവിടത്തെ ചെടീൻ്റെ കാര്യമൊക്കെ അപ്പൂസ് മോനാണ് നോക്കണത്. ടൈമുള്ളപ്പോ മാത്രമേ ഞാൻ ഒഴിക്കാറുള്ളൂ. ഇപ്പൊ ഡാരുക്കുട്ടൻ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടക്കണേണ്, പാവനെയും കെട്ടിപ്പിടിച്ച്. അപ്പോ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഡാൻസേറിന് വെള്ളയും വേണം. അപ്പൊ ഞാൻ കുറച്ച് പശമുക്കി ഇട്ടേന്. അപ്പൊ ഇത് ഇന്നലെ പശമുക്കി ഇട്ടതാണ്. പക്ഷെ ഇട്ടാൽ മാത്രം പോരാ, നമ്മളിങ്ങനെ ഇടക്ക് വന്ന് ഇത് കണ്ട ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ നമ്മളിതൊന്ന് നിവർത്തിയൊക്കെ കൊടുക്കണം. അപ്പോ ജസ്റ്റ് ഇത് ഉണങ്ങി കഴിയുമ്പോ അലക്കിയ ഡ്രസ്സ് ഉണ്ട്, അത് വിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വിരിക്കാം. എങ്ങനെയുണ്ട് പക്ഷെ മുക്കിയത്? പെർഫെക്റ്റ് ആയിട്ടില്ലേ? പാടൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ നമ്മള് നിവർത്തി കൊടുക്കണം. പക്ഷെ മുക്കിയത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, എന്നാലിത് തേക്കാൻ പറ്റുള്ളൂ നന്നായിട്ട്. ഇത് കൈയിന്റെ ഭാഗമൊക്കെ കുറച്ചുകൂടി ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാവിലെ ഞാനൊന്ന് ഇത് ഇട്ടിട്ട് ബാക്കി പണികൾക്ക് നിൽക്കാൻ നോർത്ത്. ഇത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഉണങ്ങി കഴിയുമ്പോ അലക്കിയത് വിരിക്കാം. അതെടുത്തു. അപ്പോൾ ഇത് നമ്മുടെ പുതിനയാണ്. പുതിന ഞാൻ 3-4 ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ബിരിയാണിയിൽ ഇവനെയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പം ഞാൻ കുറച്ചുകൂടി വിത്തുകൾ ഇട്ടിട്ടുണ്ട്, അത് മുളച്ചിട്ട് കാണിക്കാമെന്നാണ് ഓർത്തത്. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പം നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാമെന്ന് ഓർത്ത്. പിന്നെ ഇത് മല്ലിച്ചീരയുടെ ഇട്ടിട്ടുള്ളൂ. കുഞ്ഞു 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 തൈ കണ്ട, ഇപ്പം മുളച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ കയ്യുണ്ണി മാഷാണിത്. അപ്പം ഞാൻ എണ്ണ കാച്ചാൻ കുറേ എടുത്തത് കൊണ്ട് ഇപ്പം കുറച്ചുള്ളൂ. പിന്നെ കറ്റാർവാഴ അത് ഒന്ന് മുരടിച്ചിരിക്കണതാണ്, ഒന്ന് ജീവൻ വെപ്പിച്ച് ഞാൻ കൊണ്ടുതന്നുള്ളത്. പിന്നെ നമ്മുടെ ചീരയൊക്കെ കട്ട് ചെയ്ത് ഞാൻ എടുത്തായിരുന്നു. ഇതും പുതിനയാണ്. പിന്നെ ഇവിടെ കുറച്ച് മല്ലിച്ചീര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും പുതിനയുണ്ട്. പിന്നെ ഇത് കയ്യുണ്ണിയാണ് കേട്ടോ, ഇത് കയ്യുണ്ണിയാണ്. പിന്നെ അതെ 3-4 ചട്ടിയിൽ ഞാൻ വിത്തിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഈ ചട്ടിയിലൊക്കെ ഞാൻ വിത്ത് പാകി വെച്ചിരിക്കുകയാണ്, കുഞ്ഞി ചട്ടിയിൽ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് പ്ലാന്റ് ആയി കഴിയുമ്പോൾ വലിയ ചട്ടിയിലോട്ട് നടാം. ഇത് ചീരയാണ്, പച്ചച്ചീര. അപ്പം നമുക്ക് ഇതിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത്, നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. മല്ലിച്ചീര ഇങ്ങനെയൊക്കെ വിത്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാനേ പാടുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ പശമുക്കിയതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. കാരണം ഇന്നലെ മുക്കിയിട്ടതാണ്. അപ്പൊ കൈയിന്റെ ആ ഭാഗമൊക്കെ കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് നിവർത്തിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അലക്കിയത് വിരിക്കാം. ഇപ്പൊ ചെടി നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി.
അപ്പൊ ഇന്നലെ പശ മുക്കിയതിന് ശേഷം വൈകിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കേട്ടോ. കാരണം രാവിലെ എല്ലാം കൂടി ടൈം കിട്ടൂലല്ലോ, കുട്ടികളെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഇന്നലെ പശമുക്കി ഇട്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തില് പശമുക്കിയത് കഴിഞ്ഞപ്പോ ഞാൻ അലക്കാനും ഇട്ടിരുന്നു. അപ്പൊ രാത്രി നമ്മൾ അലക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് വെയിൽ ഉദിക്കുമ്പോ തന്നെ വിരിച്ചിടാം. അപ്പൊ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. രാവിലത്തെ സമയം പോകില്ല. അപ്പൊ അലക്കിയിട്ടതാണ്. അപ്പൊ നമുക്ക് ഇത് കൊണ്ട് വിരിച്ചിടാം. ഒന്നാമത് ഈ ഓട്ടോമാറ്റിക് മെഷീനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 1 മണിക്കൂർ പിടിക്കും ഇത് അലക്കി കഴിയാനായിട്ട്. ഇട്ട് കഴിഞ്ഞാല് നമ്മള് ഇങ്ങനെ ചെയ്തിട്ടാല് രാവിലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വേഗം വിരിക്കാൻ കൊണ്ടുപോയിട്ട് നമുക്ക് അലക്കിയത് കൊണ്ട് വിരിക്കാം. വ്ലോഗ് ആയതുകൊണ്ടാണ് ഡാൻസിനും കൂടെ, അല്ലെങ്കിൽ ഡാൻസിന് ഉണ്ടാവില്ല വിരിക്കാൻ നേരത്തു പൊടി പോലും കാണും. ഞാൻ വിരിച്ച ഒരാളുണ്ടല്ലേ. അയ്യോ വേഗം തുറക്ക്, കൈ വേനെടുക്കണം. ഞാനത് വിരിച്ചിടാറുണ്ട്, അലക്കാനായിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് വയ്യാത്തപ്പൊക്കെ പവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ, വിരിച്ചൊക്കെ തരാറുണ്ട്. ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് നനച്ച് സോപ്പ് പൊടിയൊക്കെ ചില സമയത്തൊക്കെ മെഷീനിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ട് ചില സമയത്തല്ല മിക്കപ്പോഴും കേട്ടാ. പിന്നെ ഭയങ്കരമാണ്. അല്ല മിഷീത്തിലോട്ട് എന്ത് പാടും, തുണിയിലിട്ട് തീയാന്ന് നോക്കും. അപ്പൊ ഞാൻ പറയാം ഇട്ടോന്ന് പറയും. Cast out like a shadow, racing towards the light. I pray to see you one more time. ഇപ്പൊ നമ്മൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് സാധാരണ അപ്പോക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എപ്പോഴും ഈ അരി ഭക്ഷണം കഴിക്കണ്ടല്ലോ. ഇന്ന് ചപ്പാത്തിയാണ്. ഉച്ചക്ക് ബിരിയാണി അടിപൊളിയായിട്ട് കഴിക്കാലോ. ഈ 2 ചപ്പാത്തി തിന്നാൽ മതിയല്ലേ രാവിലെ. ഉച്ചക്ക് ബിരിയാണി നെയ്യും പിന്നെ ഈ രാവിലെ അരി ഭക്ഷണം വേണ്ടാന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ കുറച്ച് മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ഐറ്റംസ് ഇട്ട് ചെയ്യാമെന്നാണ് ഓർത്തിക്കുന്നത്. ഇന്നിപ്പോൾ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. കണ്ട, ഇന്നലെ ഇട്ട് വെച്ചേ ഉള്ളൂ. അപ്പോഴേക്ക് ഇന്ന് കണ്ട മുള വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല ഇലകളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് താഴെ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ ചെറുപയർ മുങ്ങണ രീതിയിൽ മേളിലോട്ട് വെള്ളം വരുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമ്മുടെ കിച്ചണിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്കൊരു കറിക്കൊക്കെ സാലഡിൽ ഇടാം, മുട്ട വറുക്കുമ്പോ മുട്ട ഓംപ്ലേറ്റിൽ ഇടാം. ഭയങ്കര ഗുണമാണ്, ഫൈബറും ഭയങ്കര ഗുണമുള്ള ഒരു ഇതാണ് മൈക്രോ ഗ്രീൻസ്. അത് ഞാൻ പറയാണ്ടേ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞങ്ങള് തൊട്ടടുത്തുള്ളൊരു മാർജിൻ ഫ്രീ ഉണ്ട്, അവിടെ പോയിട്ട് മേടിക്കുന്നത്. അവിടെ സ്ഥിരം മേടിക്കുന്നത്. അപ്പൊ ജീരകശാല തന്നെ മേടിക്കണമെന്നാണ്. അതാണ് എനിക്കിഷ്ടം തന്നെ ഉണ്ടാകും. വേറെ പല റൈസ് ഉണ്ടെങ്കിലും ഒരു ബിരിയാണി തിന്നുമ്പോൾ ഒരു സുഖം കിട്ടണമെങ്കിൽ ജീരകശാല വെച്ച് ഉണ്ടാകണം. എൻ്റെ മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതാണ്. അല്ല ബുസനാണ് ഇഷ്ടം. അല്ലേ പറഞ്ഞ ഇതാണ് 2 കിട്ടിയിട്ടുണ്ട്. 2 ജീരകശാല അല്ലേ. ഞാൻ ജീരകശാലയാണ് സെലക്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ ബിരിയാണിക്കായിട്ട്. ജീരകശാല റൈസ് എടുക്കണം, അതാണ് എനിക്കിഷ്ടം. ബ്രാഹ്മിൻസ് അപ്പപ്പൊടി അല്ലേ, ബ്രാഹ്മിൻസ് അപ്പപ്പൊടി ഉണ്ടോ? ബ്രാഹ്മിൻസ് അപ്പപ്പൊടി എത്ര മമ്മി പറഞ്ഞ ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസ് അപ്പപ്പൊടി ഇതാണ് തീ എടുക്കുന്നത്. ദോശ ഉണ്ടാക്കാൻ അപ്പത്തിന് നല്ല പൊടിയാണ്, ഇതാണ് എടുക്കുന്നത്. വേറെ എന്തെടുക്കാൻ പറഞ്ഞാൽ മമ്മി? വേറെ എന്തെടുക്കാൻ പറഞ്ഞാൽ കാഷ്യൂ 50 ഗ്രാമിന്റെ. കാഷ്യൂ അല്ലേ, കാഷ്യൂ. മുന്തിരി ഉണ്ടല്ലേ വീട്ടിലുണ്ട്. കാഷ്യൂ എടുത്തിട്ടുണ്ട്, മുന്തിരി വീട്ടിലുണ്ട്. Why didn't I know from the very start? പിള്ളേർക്ക് ഇഷ്ടം സോസേജ് ആണ്. സോസേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ സോസേജ് 1/2 കിലോത്തിൻ്റെ 265 ഉണ്ട്. അവിടെ ചിലപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടോ, അത് 2 എടുത്തിട്ടുണ്ട്. ആരോ റൂട്ടിൽ എടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് രാവിലെ കഴിക്കാൻ ആരോ റൂട്ടം.
1/2 kg ബിരിയാണി. പിന്നെ നെയ്യില്ലാണ്ട് ബിരിയാണി എടുക്കില്ല. അപ്പോൾ നമുക്ക് ഒരു 1/2 kg തന്നെ എടുക്കാം. 1/2 kg ആണ് ഞാൻ വെക്കാറുള്ളത്. മുളക് എന്ന് പറഞ്ഞാൽ പിന്നെ തുമ്മലൊന്ന് ചതച്ചമുളക് നമുക്ക് കുക്കിംഗ് സമയത്ത് ഈ ചതച്ചമുളക് വറ്റൽ മുളകിലാണ് കുക്കിംഗ് നടക്കില്ല. അതുകൊണ്ട് അത് കൊടുത്തിട്ടുണ്ട്. പപ്പ വീട്ടിൽ പോയല്ലേ? വീട്ടിൽ വന്ന് ഞാൻ വന്ന ഉടനെ എന്റെ കാറിൽ കയറി ഇരിക്കും ആള്. പുള്ളിയുടെ ഇതാണ്. വന്നു കഴിഞ്ഞ ഉടനെ കാറിൽ വന്ന് ഇരുന്ന് മുട്ട ഞാൻ വണ്ടിയായിട്ട് വന്ന ഡാരൂസിന് തലയൊക്കെ മുട്ട അടിച്ചു കൊടുത്ത് പിള്ളേരെ ഇങ്ങനെ മുടി വെട്ടിക്കണേ നല്ലത്, പച്ചനെ വെട്ടണേ നല്ലത്. ഞാൻ വണ്ടിയായിട്ട് വന്ന ഉടനെ വണ്ടി കയറി വണ്ടിയൊക്കെ ഇട്ടിട്ട് മുമ്പിൽ പോകുള്ളൂ. പിന്നെ അതെ, വണ്ടി കയറി ഇരിക്കാം. ഡാൻസ് അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിക്കണേന്ന് മാർജിനിട്ടുണ്ട്. ബിരിയാണിന്റെ റൈസ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. കുറെ നാളായല്ലേ ഇപ്പൊ നമ്മ ബിരിയാണി വെച്ചിട്ട്. നമ്മളന്ന് കുക്കിംഗ് ക്ലാസ്സിന് വേണ്ടി എടുത്തേന്ന് തോന്നുന്നു. പിന്നെ വെച്ചിട്ടില്ല. അങ്ങനെ എപ്പോഴൊന്നും വെക്കാറില്ല ബിരിയാണി. 3-4 മാസമായിട്ട്. അതെ അതെ. In a city, still so far from home. I've searched. സവോള ബിരിയാണിയൊക്കെ ചെയ്യാൻ നേരത്ത് ഇതുപോലത്തെ ചോപ്പറിൽ ഇട്ടിട്ടാണ് ചെയ്തെടുക്കണത്. അപ്പൊ ഇതിനകത്ത് 3-4 പീസായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവോളയൊക്കെ നല്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ആരോ പറഞ്ഞ് കുനുകുനാക്കി എങ്ങനെ അരിഞ്ഞെടുക്കണം എന്ന് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോയില് കമന്റ്സ് ആയിട്ട്. അപ്പൊ കുനുകുനാക്കി അരിഞ്ഞെടുക്കണം. മടിയന്മാർക്ക് വീണ്ടും മടിയന്മാരാണ്. ഓടാൻ കുറെ നേരം പിടിക്കൂലേ സവാളയൊക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം വെളുത്തുള്ളി, ഇഞ്ചി, ഈ സവാളയൊക്കെ. ഇഞ്ചിയും വെളുത്തുള്ളി ഞാന് ഇടിച്ചാണ്ടെടുത്ത് ചതച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമുക്ക് വലിച്ചാണിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിലോട്ട് പണി എളുപ്പം. എന്നിട്ടും നിർത്തി എല്ലാം കൂടി നശിപ്പിക്കും. ഇല്ല, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് കുനുകുനായിരിക്കണമെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ 1-2 വലി വലിച്ചാൽ മതി. അധികം ഇതാക്കി എടുക്കണ്ട. ബിരിയാണി പണിക്കാരൊന്നും കണ്ടല്ല, പക്ഷേ ഹെൽപ്പറുടെ പണി പോവും. വലുതുണ്ടായിരുന്നു, ഒറ്റടിക്ക് തീർത്ത്. ആണ്ടാ വലിയ ചോപ്പറുണ്ടായിരുന്നു.
അത് ഞാൻ കൊള്ളാണ്. ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടെങ്കിലേ ആ ബാഗിൽ കുത്തി നിറച്ച സാധനങ്ങൾ, ബാഗിൽ കുത്തി നിറച്ച സാധനങ്ങൾ വെച്ചിട്ട് അവസാനം ആ ബാഗിന്റെ സിബ്. ചേട്ടൻ എനിക്കൊരു പ്രാങ്ക് വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചെയ്യണമെന്നും പറഞ്ഞിരിക്കണേ. അല്ല, ഞാനിപ്പോ ബാഗിന്റെ സാധനങ്ങൾ വെക്കുമ്പോൾ എവിടെയെങ്കിലും ടൂർ പോയതിനോടൊപ്പം കുറെ കുത്തി നിറക്കില്ലേ, അത് കുത്തി നിറച്ച് ബാഗിന്റെ സിബ് പൊട്ടണ വരെ. അങ്ങനെയല്ല, എന്തൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് മതിയാവാതെ വേറെ ബാഗില് വേറെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ വെച്ച് വെച്ചത് സിബ് പൊട്ടിച്ചോ. 10 ബാഗ് കൊണ്ടാണ് പറ്റും. ചോപ്പ് ചെയ്ത ഉള്ളി പണി എളുപ്പമായില്ലെന്ന് പറയുന്നത്. ഇപ്പൊ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞ് കഴിഞ്ഞപ്പോ ഡാൻസറിന് ഒരു പീസ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരു പീസ് കൊടുക്കാല്ലേ. ചോറ് ഇട്ടിട്ടുണ്ട് അവിടെ. ചോറ് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസും ഉണ്ട് അവിടെ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടാണ് കൈ പൊളിക്കരുത്. ചൂടിന് കുറച്ചുകൂടി മുരിയാനുണ്ട്. എനിക്കറിയാം. കുറച്ച് ഉള്ളു കുറച്ച് എങ്ങനെയുണ്ട് നോക്കട്ടെ. മുരിയാ കണ്ട കുറച്ചുകൂടി മുരിയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് റബ്ബറാക്കല്ല. മതിയാ? എടുക്കട്ടെ. ഞാൻ എടുക്കാൻ പറ്റ പ്ലേറ്റിലുള്ള താലയിലാണ് ഇപ്പൊ ചോറ് തിന്നണ. ചോറ് കണ്ട ചൂടാറിയപ്പോ കണ്ട നല്ല വിട്ടെടുക്കണം. അതാ ഞാൻ പറയാം. കറക്റ്റ് പാകം വെള്ളമൊന്നും ഓവർ വെള്ളമൊന്നും വെച്ചിട്ടില്ല. നല്ല രസം. അല്ല കഴിച്ചില്ല സ്മെല്ലും ശരിക്ക് ദമ്മിലിട്ടിട്ടില്ല. അതിന് മുമ്പേ ബിരിയാണിന്റെ സെയിം ടേസ്റ്റ് കിട്ടും. അതിന്റെ ട്രിക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ബിരിയാണി വെച്ചപ്പോ. നമ്മുടെ കല്യാണ ബിരിയാണി അതെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതെ. അപ്പൊ നിങ്ങളുടെ ആ ബിരിയാണി പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഫുൾ കുക്കിംഗ് അതിലുണ്ടാവും. വ്ലോഗാണ്ട് ഫുൾ കുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും ചൂടുകൊണ്ടില്ലേ മസാല ഉപ്പൊക്കെ പാകല്ലേ. ഞാനിവിടെ ടേസ്റ്റ് മേക്കറുണ്ടോ. ഡാൻസറിന്റെ എപ്പോഴും ഞാൻ ഉപ്പിട്ടേനാ ഒന്നിനും ഉപ്പ് കൂടുതലാന്ന് പറയും. അതിന് ഒട്ടും ഇല്ലാന്ന് പറയും. ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോ ഇപ്പൊ അതുകൊണ്ട് നോക്കിയും കണ്ടും ഇപ്പൊ ഞാൻ വിളിക്കും. കുക്കിംഗ് ക്ലാസ് എടുക്കുമ്പോ പെർഫെക്റ്റ് ഫുഡ് ആയിരിക്കും. നല്ല കറക്റ്റ് ഇല്ല ഒറ്റ നോക്കിയാണെങ്കിൽ പോയി എന്ന ദിവസം. ഇപ്പൊ ഞാൻ ഡാൻസറിനെ കാണിച്ച് ടേസ്റ്റ് മേക്കറെ കാണിച്ചിട്ടാണ് ചെയ്യണത്. ഡാൻസറിനോട് ചോദിക്കും ഉപ്പ് മതിയാ. കാരണം എന്താന്ന സംഭവം, എനിക്ക് നേരി ഉപ്പ് മതി. എനിക്ക് ആദ്യം ഉപ്പ് ഇഷ്ടമല്ല. ഉപ്പും പഞ്ചസാരയൊക്കെ ഞാൻ ലൈറ്റ് ആയിട്ടേ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഞാനിത് ഇടുമ്പോ ഡാൻസർ പറയും ഉപ്പില്ലാന്ന് പറയും. മെയിൻ പ്രോബ്ലം അതാണ് കേട്ടോ. ഉപ്പ് കൂടിയിട്ടുള്ള പ്രശ്നമല്ല, ഉപ്പ് കുറഞ്ഞിട്ടുള്ള പ്രശ്നമാണ് വരാറ് കൂടുതലും. ഇതിപ്പോ മൊരിയും ഇങ്ങോട്ട് അതല്ല ഇതിൽ എടുക്കാനാണ് എനിക്ക് ചിക്കൻ. കൂടിയിട്ടുള്ള പ്രശ്നം പറയില്ലേ. കൂടിയിട്ട് കൂടാറില്ല, കുറയാറാണ് പ്രശ്നം. കാരണം എനിക്ക് അധികം ഉപ്പ് ഇഷ്ടമല്ല. എന്തായാലും ഞാൻ അടുത്ത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ്. അയ്യോ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിലല്ല കേട്ടാ കുക്കിംഗ് ക്ലാസ് ചെയ്യുമ്പോ. അപ്പൊ ഞാൻ ചോദിക്കും ഉപ്പ് കറക്റ്റ് ആണോ ഡാൻസേട്ടാ മതിയാ എന്ന് ചോദിക്കും. പുതിയ പൈനാപ്പിൾ ഒക്കെ അരിഞ്ഞു തുടങ്ങി. നമ്മൾ പൈനാപ്പിൾ ബിരിയാണിക്ക് മുമ്പ് തിന്നും തുടങ്ങിയല്ലോ. നമ്മൾ ഇന്ന് ഉച്ചക്ക് എടുക്കാൻ പറ്റുക നല്ല പൈനാപ്പിൾ ഒതുക്കാറാണ്. അപ്പൊ നമ്മുടെ ബിരിയാണി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഡാൻസറിനെ എനിക്ക് കണ്ടില്ലേ, ഡാൻസറിനോട് ചെയ്യുന്നത് കണ്ടില്ലേ. കളിച്ചിര കുട്ടികളെ എന്ത് ചെയ്യാന്ന് പറഞ്ഞെടുക്കൂ ഡാൻസേട്ടാ, പറഞ്ഞെടുക്കൂ. കുറച്ച് പാത്രം കഴുകി സഹായിക്കുകയാണ് കുട്ടികളെ, സഹായിക്കുകയാണ്. പാത്രം കഴുകി ഇപ്പൊ ബിരിയാണി വെക്കണോണ്ടായിട്ടല്ലേ എനിക്ക് ഇഷ്ടമല്ല കഴുകിക്കണത്. എന്തല്ല മോനെ നീ ഇഷ്ടമല്ല മോനെ. കുറച്ചായി പോരൂട്ടാ. Like a shadow racing towards the light, I pray to see you one more time.
കഷ്ണങ്ങൾ എടുക്കുക, ചോറിലേക്ക് ഇട്ടിക്കുക, ചൂടുണ്ടാവും. ബിരിയാണി വളരെ ബിരിയാണിയാണ്, ഉച്ചക്ക് ബിരിയാണിയാണ്, വെള്ളിയാഴ്ച ഞാൻ വിചാരിച്ചൊരു ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈസ്റ്ററിന്റെ ബിരിയാണി ഉണ്ടാക്കിയത് അടിപൊളി ഉണ്ടാവും, അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. എന്താണ് അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? സൂപ്പറാണല്ലേ? കുറെ നാളെ ബിരിയാണി അല്ലേ ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഈസ്റ്ററിന്റെ ചിക്കൻ ബിരിയാണി അല്ലേ, സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. City nights and satellites. When I'm old and losing sight, carry me home all through the night. I need your love, I need your light. Like city nights and satellites. When I'm old and losing sight. അപ്പോൾ ഉച്ചക്കുള്ള ഊണെല്ലാം കഴിഞ്ഞു. ഊണ് കഴിഞ്ഞപ്പോ എനിക്കിട്ടൊരു പണി വെച്ചേക്കണേ. ചുമ്മാ ഞങ്ങളിവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡാരിയൂസിനുണ്ട് ഒരു പാട്ട് പാടാലോ. നിന്റെ മമ്മി ഡാരിയൂസിന് വേണ്ടി ഒരു പാട്ട് പാടാം. ഡാരിയൂസ് മമ്മി പാട്ട്. ഡാരിയൂസിന് വേണ്ടിയാണോ പാട്ട് കേട്ടാ? പപ്പാക്ക് വേണ്ടിയാന്ന് വിചാരിക്കും. മൗനം സ്വരമായി ഈ പൊൻവീണയിൽ, സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. ജന്മം സഫലം എൻ ശ്രീരേഖയിൽ, സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ഇഷ്ടപ്പെട്ട ഡാരിയൂസിന്? സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ, ജന്മം സഫലം എൻ ശ്രീരേഖയിൽ. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ, സ്വപ്നം മലരായി ഈ ശ്രീരേഖയിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ. മതിയല്ല, ഇനി പോറടിപ്പിക്കേണ്ട ആളുകളാ. ഇഷ്ടപ്പെട്ടോ ഡാരിയൂസിന്? നമുക്കൊരു മോഡൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ പാടി പഠിച്ചതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പാടി നോക്കിയതാ. പിന്നെന്താണ്?
ഇനി നമുക്ക് ഒരു നിങ്ങൾ എപ്പോഴും ഒരു എന്തെങ്കിലും ഡിസേർട്ടാ സ്നാക്ക് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്നൊരു ഒരു ഐസ്ക്രീം ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കണ പിള്ളേർക്ക് വേണ്ടിട്ട്. അതെ, അപ്പൊ നമുക്കൊരു ഐസ്ക്രീം റെസിപ്പി കൂടി ഈ വ്ളോഗില്. റെസിപ്പി വേറെ ഇല്ല, നമുക്ക് റെസിപ്പി പറയാം. സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഞാനോട് ഉണ്ടാവുന്ന സംശയമാണ്. ചിലപ്പോ എന്റെ ലക്ഷ്യം വർക്കാണ് പുറത്തു പോകാൻ സാധ്യത. എന്തായാലും ഞാൻ അതിന്റെ റെസിപ്പി കാണിക്കാം. വെരി സിമ്പിൾ ആണ്, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. റെസിപ്പി കവർ ചെയ്യാൻ അപ്പൂസിനെ കവർ ചെയ്തു. അപ്പൊ നമുക്കൊരു ഐസ്ക്രീമിന്റെ റെസിപ്പി കാണാം ഇനി. ഓക്കെ, അപ്പോൾ ഡാരൂസും ഐസ്ക്രീം കഴിക്കാൻ കൊതിയായിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കിയ റെസിപ്പിയുടെ ഐസ്ക്രീം നമുക്ക് കഴിക്കാം അല്ലേ? വീട്ടിലെ റെസിപ്പി അല്ലേ? സാരിക്കണം, അവിടുത്തെ ഒച്ചപാടില്ല. അപ്പൊ ഞാനിപ്പോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻസ്ഡ് മിൽക്കാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല്, ഞാൻ പാല് വെച്ചതിന് ശേഷമാണ് പിന്നെ ഷൂട്ട് ചെയ്യണ കാര്യം ഓർത്തത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. 2 പാക്കറ്റ് പാല്, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്യണം. ഞാനിപ്പോൾ നമ്മുടെ കേക്കൊക്കെ അളക്കൂലേ, അതിൻ്റെ ആ കേക്കിൻ്റെ ആ ഒരു കപ്പാണ് 1.5 കപ്പാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് പാലിന് 1.5 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമിന് നല്ല മധുരം വേണമല്ലോ. അപ്പോൾ അതിങ്ങനെ ഞാൻ പഞ്ചസാരയും പാലും കൂടി ആഡ് ചെയ്ത് ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ കുറുക്കി അതിൻ്റെ പരുവ ആകാറായിട്ടുണ്ട്. നമ്മളുടെ കണ്ടൻസ് മിൽക്കിൻ്റെ ആ സെയിം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ വേണ്ട ഐറ്റം. ഓൺലി 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലിങ്ങനെ നമ്മൾ അടി പിടിക്കാതെ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വേണം കേട്ടോ ഇങ്ങനെ നമ്മൾ കുറുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്യാൻ പോണത്. അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി പോണേണ്. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ബീറ്റ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു 1 കിലോ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് പാലിലാണ് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടത്തിന് കഴിക്കാം. അപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഐസ്ക്രീം മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാന് ഈ ഐസ്ക്രീമിന്റെ ഇതുപോലത്തെ ബോട്ടിൽസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ബോട്ടിൽസിലാണ് ഞാൻ ഒഴിച്ചു വെക്കാൻ പോകുന്നത്. സംഭവം കണ്ടിട്ട് കിടവാണെന്ന് തോന്നണം. ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, ആ സെയിം ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 6 hours നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ. എന്നിട്ട് ഞങ്ങൾ വരാം. ഒഴിക്കണം അല്ലേ? അപ്പൊ ഞാനിത് വനില ആയതുകൊണ്ടാണ് കേട്ടോ വനില ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വനിലയാണ് ഇവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ട് വനിലയാണ് ആഡ് ചെയ്തേക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഐസ്ക്രീം കഴിക്കാം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു ബോട്ടിലിനൊക്കെ 300-350 രൂപയൊക്കെ അല്ലേ. ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കുകയും ചെയ്യാം. അതെ, ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ ഫ്ലേവർ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിൽ പിസ്ത വേണമെങ്കിൽ പിസ്തയൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഒരു ബോട്ടിലും കൂടി ഉണ്ട്, അതിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഐസ്ക്രീം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണം കേട്ടോ, പുറത്ത് പോയി കാശൊന്നും കളയരുത്. അതെ, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഫ്രീസറൊക്കെ കാലിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഐസ്ക്രീം വെക്കണ ഭാഗം ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം. 2 ലിറ്റർ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും 1 കിലോ വിപ്പിംഗ് ക്രീമും 2 പാക്കറ്റ് പാലും കൊണ്ട് 2 കിലോ ഐസ്ക്രീം കിട്ടി. അതായത് 600 രൂപ പ്രൊഡക്റ്റ് കിട്ടി. ദിയയുടെ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ ശേഷം ദിയുടെ പാട്ടൊക്കെ കഴിഞ്ഞു. ഇനി ദിയ ഉണ്ടാക്കിയ ഐസ്ക്രീമാണ്
പിള്ളേരൊക്കെ വെട്ടി അടിച്ചു കഴിഞ്ഞ് ഇതിന്റെ ഒരു ബോട്ടിലും കൂടി ഉണ്ടായിരുന്നില്ലേ? രണ്ട് bottle ഉണ്ടായി. ഒരു ബോട്ടിൽ പിള്ളേര് തീർത്ത്. അപ്പൊ ഇത് നമ്മള് സ്വസ്ഥമായിട്ട് കഴിക്കാൻ നോക്കാമല്ലേ. അതിന്റെ ടെക്സ്ചർ കണ്ട ശരിക്ക് നമുക്ക് ഐസ്ക്രീമിന്റെ ആ ഫുൾ ടെക്സ്ചറാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഐസ്ക്രീമിന്റെ സ്കൂപ്പ് ഒന്നുമില്ല. അപ്പൊ സ്കൂപ്പ് പോലത്തെ ഒരു ഐറ്റം ഞാൻ എടുത്തു വെച്ചതാണ് ഇതുപോലെ വരാനായിട്ട്. പോലെ തന്നെ ഉണ്ട്. ഐസ്ക്രീം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ടേസ്റ്റും ഉണ്ട്. നമുക്ക് വിചാരിച്ച വീട്ടിലുണ്ടാക്കാം ഐസ്ക്രീം. വളരെ സിമ്പിൾ ആണ്. നല്ല ഒരുപാട് പൈസയൊന്നും ആയില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഡബിൾ ഉണ്ടാക്കാൻ ചെയ്യാം വീട്ടിൽ. കുക്കീസുകളുടെ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. അപ്പാര ടേസ്റ്റ് ആണ് ട്ടാ. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മ പുറത്തുനിന്ന് മേടിക്കാട്ടും അല്ലേ അതിനേക്കാൾ രുചി തോന്നണം. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാട്ടാ. വനിലയാണ് വനില. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. നമ്മളിത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഞങ്ങളെ ഈസ്റ്റർ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകളും. അതെ. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ബെൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്ലോഡ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.